കൂട്ടുകാരെ, ഈ ചെടി കണ്ടില്ലേ? ഇതിൻ്റെ കമ്പുകൾ കണ്ടില്ലേ? ഈ കമ്പുകളാണ് നാളെ വലിയ മരങ്ങളായി മാറാൻ പോകുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ അറിവുകളും. കുഞ്ഞു കുഞ്ഞു അറിവുകൾ തന്നെയാണ് നമ്മളെ നാളെ ഉന്നതിയിലേക്കുള്ള വഴി കാട്ടുന്നത്. ഒരറിവും ചെറുതല്ല. കൂട്ടുകാരെ, നമ്മൾ നഴ്സറികളിലും സ്കൂളുകളിലും പോകുന്നവരല്ലേ? പോകുന്നതിന് മുമ്പ് നമ്മുടെ ആവശ്യങ്ങളെല്ലാം ആരാണ് ചെയ്തു തരാറുള്ളത്? മുതിർന്നവർ അല്ലേ? അച്ഛനോ അമ്മയോ ഏട്ടന്മാരോ ചേച്ചിമാരോ ആണല്ലോ. എനിക്ക് എൻ്റെ ഉമ്മയാണ് എല്ലാം ചെയ്തു തരാറുള്ളത്. ഇപ്പം എൻ്റെ സ്കൂൾ ബാഗ് കാണുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ ഉമ്മയോട് ചോദിക്കും, മോം വേർ ഇസ് മൈ ബാഗ്? അത് ശരിക്കും നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ മോം വേർ ഇസ് മൈ ബാഗ് എന്നാണ് പറയേണ്ടത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കിയാലോ? റെഡിയല്ലേ? ശ്രദ്ധിച്ചിരിക്കണേ. ഞാൻ രാവിലെ എണീച്ചാൽ ഞാൻ പോയി പല്ലേക്കുമ്പോൾ എൻ്റെ ബ്രഷ് കണ്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ ഉമ്മയോട് ചോദിക്കും, ഉമ്മ എൻ്റെ ബ്രഷ് എവിടെ? അത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ മോം വേർ ഈസ് മൈ ബ്രഷ് എന്ന് ചോദിക്കും. മോം, അമ്മേ, where is, എവിടെ, my, എൻ്റെ, ബ്രഷ്. ബ്രഷ് എന്ന കൂട്ടുകാർക്ക് അറിയാലോ. മോം where is my brush? അമ്മ എൻ്റെ ബ്രഷ് എവിടെ? ഇങ്ങനെയാണ് പറയാ. നമ്മുടെ ബ്രഷ് കിട്ടി. ഇനി നമ്മുടെ പേസ്റ്റ് എവിടെ? അതിൻ്റെ അകത്ത് നമ്മുടെ പേസ്റ്റ് നമ്മുടെ മാത്രമല്ലല്ലോ, നമ്മുടെ വീട്ടിൻ്റെ അകത്തുള്ള എല്ലാവർക്കും കൂടിയുള്ളതല്ലേ. അപ്പം നമ്മൾ ഈ മൈ എന്ന് പകരം ദ പേസ്റ്റ് എന്ന് വരും. അപ്പം എങ്ങനെയാ? മോം വേർ ഈസ് ദ പേസ്റ്റ്? അമ്മേ പേസ്റ്റ് എവിടെ? ഈ ബ്രഷിൽ നിന്നും മൈ ബ്രഷിന് പകരം ദ പേസ്റ്റ് എന്നാണ് വരുന്നത്. ദ മീൻസ് കോമൺ, എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനമാണല്ലോ പേസ്റ്റ്. മോം where is the paste? ബ്രഷ് ആണെങ്കിൽ മോം where is my brush? ബ്രഷ് എല്ലാവർക്കും ഉണ്ട്, പക്ഷെ ഓരോ ബ്രഷ് ഓരോരുത്തർക്കായി മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മൾ മൈ ഉപയോഗിക്കുന്നത്, അഥവാ എൻ്റെ എന്ന് ഉപയോഗിക്കുന്നു. പേസ്റ്റ് എല്ലാവരും ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ദ പേസ്റ്റ് എന്ന് പറയുന്നത്. ഇനി കൂട്ടുകാർക്ക് സ്വന്തമായി ഒരു പേസ്റ്റ് ഉണ്ടെങ്കിൽ where is my paste എന്നും ചോദിക്കാം. നമ്മൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ ബ്രഷും പേസ്റ്റും അല്ലാതെ തന്നെ ബുക്ക്, ബാഗ്, അംബ്രല്ല അങ്ങനെ കുറേ സാധനങ്ങൾ ആവശ്യം വരും. അത് ഈ ബ്രഷിൻ്റെ സ്ഥാനത്ത് മൈ അംബ്രല്ല, എൻ്റെ അംബ്രല്ല അങ്ങനെയൊക്കെ ചോദിക്കാനും പറ്റും. ഉദാഹരണത്തിന്, എൻ്റെ കൊട എവിടെ? where is my umbrella? അമ്മേ എൻ്റെ യൂണിഫോം എവിടെ? മോം where is my uniform? അമ്മേ ബസ് എവിടെ? മോം where is the bus? അമ്മേ ഓട്ടോ എവിടെ? മോം where is the auto? ഇവിടെ നമ്മൾ ഓട്ടോറിക്ഷ, ബസ് എന്നിവ നമ്മൾക്ക് മാത്രമല്ലല്ലോ, നമ്മുടെ അടുത്തുള്ള ചില ആൾക്കാർക്കും ആവാം. അപ്പോൾ അവർക്കും വേണ്ടതുകൊണ്ടാണ് നമ്മൾ ദ ഉപയോഗിക്കുന്നത്. അവിടെ നമ്മൾ മൈ ഓട്ടോറിക്ഷ എന്ന് പറയുകയില്ല, ദ ഓട്ടോറിക്ഷ, ദ ബസ് എന്നാണ് പറയുക. കുടയും യൂണിഫോമും എല്ലാം നമ്മുടേത് മാത്രമാണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മൈ യൂണിഫോം, മൈ അംബ്രല്ല എന്ന്. ഇപ്പൊ കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ നമ്മുടെ സാധനം എങ്ങനെ ആവശ്യപ്പെടാമെന്നും മറ്റുള്ളവർക്കും കൂടെയുള്ള സാധനം എങ്ങനെ ആവശ്യപ്പെടാമെന്നും. കൂട്ടുകാര് ബാഗും കിറ്റും എല്ലാം എടുത്ത് പോവാൻ പോകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പോവാണെന്ന് അമ്മമാരോടൊക്കെ പറയാ? നമ്മൾ സാധാരണ മലയാളത്തിൽ പറയാ, അമ്മേ ഞാൻ സ്കൂളിലേക്ക് പോവാണെന്ന്. അത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ മോം ഐ എം ഗോയിങ് ടു സ്കൂൾ എന്നാണ് പറയുക. അതായത് മോം, അമ്മേ, ഐ ആം ഞാൻ, പോകുന്നു, ഗോയിങ് ടു സ്കൂൾ. പിന്നെ എല്ലാവർക്കും അറിയാലോ. നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പോൾ കുറേ സാധനങ്ങൾ കാണാറുണ്ട് അല്ലേ? ഇപ്പം നമ്മളൊരു റെഡ് കാർ എന്ന് വെച്ചാൽ ഒരു ചുവന്ന കാറ് കണ്ട്
അപ്പൊ അങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ I saw a red car while going to school. I saw a red car while going to school. കൂട്ടുകാരൊന്ന് എൻ്റെ ഒപ്പം പറയോ? I saw a red car while going to school. പോകുന്നതിന് നമ്മൾ പറയുന്നതാണ് going. എന്താണ്? going. അപ്പോൾ വരുന്നതിനോ? coming. coming. I am coming to school. ഞാൻ സ്കൂളിലേക്ക് വരികയാണ്. I am coming to school. I am ഞാൻ coming വരുന്നു to school സ്കൂളിലേക്ക്. അപ്പം I am coming to school. ഞാൻ സ്കൂളിലേക്ക് വരികയാണ്. coming എന്ന് വെച്ചാൽ വരികയാണ്. going എന്ന് വെച്ചാൽ പോവുകയാണ്. അപ്പോൾ ഹൗസ് എന്ന് വെച്ചാലോ വീട്. സ്കൂൾ എന്ന് വെച്ചാൽ സ്കൂൾ തന്നെ. ഇനി ഞാൻ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞാലോ I am going to my house. I am ഞാൻ going പോകുന്നു to school അല്ല to my house എൻ്റെ വീട്ടിലേക്ക്. I am going to my house. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. I am coming to my house. ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരികയാണ്. എന്താണ്? I am coming to school. നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പോൾ കുറേ സാധനങ്ങൾ കാണാറുണ്ട് അല്ലേ? ഇപ്പം നമ്മളൊരു റെഡ് കാർ എന്ന് വെച്ചാൽ ഒരു ചുവന്ന കാറ് കണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ I saw a red car while going to school. I saw a red car while going to school. കൂട്ടുകാരൊന്ന് എൻ്റെ ഒപ്പം പറയോ? I saw a red car while going to school. I ഞാൻ saw കണ്ടു a ഒരു red ചുവന്ന കാർ while going to school സ്കൂളിലേക്ക് പോകുമ്പോൾ. എന്താണ്? ഞാൻ ഒരു റെഡ് കാറ് കണ്ടു സ്കൂളിലേക്ക് പോകുമ്പോൾ. I saw a red car while going to school. ഇനി നമ്മൾ ശീലങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതായത് നല്ല ശീലങ്ങളെ കുറിച്ചും ചീത്ത ശീലങ്ങളെ കുറിച്ചും. ചീത്ത എന്നതിന് ബാഡ് എന്നും നല്ലത് എന്നതിന് ഗുഡ് എന്നും ശീലങ്ങൾ എന്നതിന് ഹാബിറ്റ്സ് എന്നും പറയും. അപ്പോൾ ചീത്ത ശീലങ്ങൾ ബാഡ് ഹാബിറ്റ്സ്, നല്ല ശീലങ്ങൾ ഗുഡ് ഹാബിറ്റ്സ്. ആദ്യം നമുക്ക് നല്ല ശീലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് നല്ല ശീലങ്ങൾ എന്ന് വെച്ചാൽ മാതാപിതാക്കളെ ബഹുമാനിക്കുക, ടീച്ചേഴ്സിനെ ബഹുമാനിക്കുക, അനുസരിക്കുക, വ്യക്തി ശുചിത്വം പാലിക്കുക, നല്ല നല്ല ലക്ഷ്യങ്ങൾ ഉണ്ടാവുക, ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രയത്നിക്കുക. ഇതൊക്കെ നല്ല ശീലങ്ങളാണ്. എന്നപ്പോൾ മോശം ശീലങ്ങൾ ഏതൊക്കെയാണ്? ഇതിൻ്റെ ജസ്റ്റ് ദ ഓപ്പോസിറ്റ് എന്താണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചല്ലോ. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ബാഡ് അഥവാ ചീത്ത ശീലങ്ങൾ അഥവാ ബാഡ് ഹാബിറ്റ്സ് എന്ന് നമ്മൾ പറയും. അതായത് മാതാപിതാക്കളെയും അധ്യാപകരെയും ബഹുമാനിക്കാതെ ഇരിക്കുക, അനുസരിക്കാതെ ഇരിക്കുക, വ്യക്തി ശുചിത്വം പാലിക്കാതെ ഇരിക്കുക. വ്യക്തി ശുചിത്വം എന്നാൽ നഖം സമയത്തിന് വെട്ടുക, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും
കൈ കഴുകുക, വായ് കഴുകുക, ഇതൊന്നും പാലിക്കാതെ ഇരിക്കുകയാണ് വ്യക്തി ശുചിത്വം പാലിക്കാതെ ഇരിക്കുക എന്ന് പറയുന്നത്. ഇംഗ്ലീഷിലെ കുറച്ച് വാക്കുകൾക്ക് V1, V2, V3, V4, V5, പാസ്റ്റ്, പ്രസൻറ്റ്, അങ്ങനെ കുറേ ഉണ്ട് ഫോർമാറ്റുകൾ. ഈ ഫോർമാറ്റുകളൊക്കെ വരുന്ന വീഡിയോയിൽ കൂട്ടുകാർക്ക് പഠിക്കാൻ കഴിയും. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കമ്മിങ്ങിനെ കുറിച്ചും ഗോയിങ്ങിനെ കുറിച്ചും യൂണിഫോം എവിടെ, എൻ്റെ ഷൂസ് എവിടെ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചല്ലോ. പഠിച്ചെങ്കിൽ നിങ്ങൾ കണ്ട ഒരു 5 കാഴ്ചകളോ ഇതിൻ്റെ അകത്ത് കൊടുക്കാത്ത ചില കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഈ കമൻറ്റ് ചെയ്യുന്ന ആദ്യത്തെ 10 പേർക്ക് ഞങ്ങളൊരു ഡ്രോയിങ് കിറ്റ് എന്തായാലും സമ്മാനമായി നൽകുന്നതാണ്. കമൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഈ കാണുന്ന ഈ വാട്സപ്പ് നമ്പറിൽ ഒന്ന് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാനും മറക്കരുതേ. ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇതുപോലെയുള്ള രസകരമായ കൊച്ചു കൊച്ചു അറിവുകളുമായി ഞാൻ വീണ്ടും വരാം. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുതേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.